ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ശിശുവിന് മാത്രമേ അറിയുള്ളൂ. ശിശുവിനും ഉണ്ടാണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ കണ്ടില്ലേ? ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ പല ആളുകളും കമൻറ്റിലൂടെ ഈ ഒരു പെൺകുട്ടിയെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്, എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഇതിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടിയെ നിങ്ങൾ പല ആളുകൾ കുറ്റം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ഈ കാമപ്രാന്തൻ വീഴ്ത്തിയതാണ്. ഈ വീട്ടിൻ്റെ അകത്ത് അവൾ പറയുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ള പ്രേമമാണ്. അവൾക്ക് വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രേമം എന്ന് പറയുമ്പോൾ അവൾക്ക് പ്രായപൂർത്തിയാകാത്തപ്പോൾ തന്നെ ഈ വീട്ടിൻ്റെ അകത്ത് അവൻ കല്യാണം കഴിച്ച ആ ഏട്ടത്തിനെ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് ഇവൻ്റെ കാമപ്രാന്ത്, അതായത് ഒരു 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 വ്യക്തി അതിൻ്റെ അകത്ത് കല്യാണം കഴിച്ച് പോകുമ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ അവർക്ക് അച്ഛനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പോൾ അച്ഛനില്ലാത്ത വീടും ആയിരിക്കാം. അത് നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഇനി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി അനിയത്തിക്കുട്ടിയോട് അമിതമായിട്ടുള്ള സ്നേഹം കാണിക്കുകയാണ്. അപ്പോൾ ആ അനിയത്തിക്കുട്ടി എന്താ ചിന്തിക്കുന്നു അറിയോ? എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവിനോട് എന്നോട് വലിയ സ്നേഹമാണ്, സാധനമായി കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടൊക്കെ വളരെയധികം സ്നേഹം കാണിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിന് അമിതമായിട്ടുള്ള സ്നേഹം ഈ ഏട്ടത്തിൻ്റെ ഭർത്താവിനോട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു? അതിനെ പതിയെ ഇവൻ്റെതായിട്ടുള്ള ശൈലിയിലുള്ള കാമപ്രാന്ത് കൂടെ അവിടെ ഇവിടെയും ടച്ച് ചെയ്തിട്ട് അവളെ മെല്ലെ ഒരു എന്താ പറയുക, ഒരു കാമത്തിൻ്റെ ഒരു ശരീരം അവിടെ ഇവിടെ തൊട്ടിട്ട് ആ ഒരു കാമത്തിൻ്റെ ഇതൊക്കെ ഇളക്കി വിട്ടളക്ക്. അതിൽ അവൾ അറിയാതെ തന്നെ ഇവനെ പ്രേമിക്കാൻ തുടങ്ങിക്കളഞ്ഞ്. ഇവനെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഇവർ തമ്മിലുള്ള സെക്സ്വലി നല്ല രീതിയിൽ അങ്ങോട്ട് ബന്ധമുണ്ടായിക്കഴിഞ്ഞു. അതിൽ ഈ പെൺകുട്ടി ചെറുതാണല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന മുന്നേ തന്നെ ഇവർ സെക്സി ആയിട്ട് പല രീതിയിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോൾ വിട്ടുപിരിയാത്ത രീതിയിൽ സംസാരിക്കുന്നത്. മനസ്സിലായ? ഇത് ശരിക്കും പറഞ്ഞാൽ ബോസ്കോ കേസാണ്. ഇത് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടാണ്. ഇതിന് മുന്നേ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് 18 വയസ്സിന് താഴത്തുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ട് കേസ് വരേണ്ട കേസാണ്. അന്ന് ചിലപ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇവരുടെയൊക്കെ കളി അറിഞ്ഞിട്ടും കുറേ പല്ല് കടിച്ചിട്ട് ആ പാവം സഹിച്ചിട്ടുണ്ടാവും. മനസ്സിലായ? പിന്നീട് ഇവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ ഇവൾക്ക് അവനോട് ആ ഒരു കാമത്തിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവൻ നല്ല ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലങ്ങനെ ഇവനെ വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ്റെ ഒപ്പം അങ്ങനെ വിളിച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലെ കേരളത്തിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ ഈ അറിയാതെ ഇതുപോലെ ഏട്ടത്തിൻ്റെ ഭർത്താക്കന്മാർ, അനിയൻ്റെ ഭർത്താക്കന്മാരിലൊക്കെ വീഴേണ്ട ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളുടെ മേളല്ല തെറ്റ്. ആ പെൺകുട്ടികൾ ചെറു പ്രായത്തിലുള്ളപ്പോൾ തന്നെ ഇവന്മാർ വീട്ടിൻ്റെ അകത്ത് പോയിട്ട് അമിതമായിട്ടുള്ള സ്നേഹം കാണിച്ച് അതും ഇതും വാങ്ങിക്കൊടുത്തിട്ട് വീഴ്ത്തുകയാണ്. കൃത്യമായിട്ട് ഇവനാണ് കുറുക്കൻ അതിൽ. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പോലെ, അപ്പാവിനെ പോലെ, ഒന്നും അറിയില്ല, അവൻ നിഷ്കളങ്ങനെ പോലെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ മോന്തക്കുറ്റിക്കൊന്നും കൊടുക്കാത്തതിൻ്റെ കേടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ ഇവനെതിരെ വലിയ രീതിയിൽ ഒരു ക്രിമിനൽ കുറ്റം കൊടുത്തിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കേസാണ് ഈ കേസിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. വർഷങ്ങളായിട്ടുള്ള പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന് പ്രായപൂർത്തിയാകാത്തപ്പോൾ തന്നെ ഇവൻ വീഴ്ത്തി ആ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് ആ ഏടത്തി കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വീഴ്ത്തി വെച്ച് കളഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അതല്ലേ സത്യം? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള മരുമക്കൾ നമ്മുടെ വീട്ടിൽ 3-4 പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മരുമക്കൾ കയറി വരുമ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നല്ലതാണ്. നമ്മുടെ പെൺകുട്ടിയെ വലിയ കുട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ചെറിയ അതിൽ ആ വലിയ കുട്ടിയുടെ താഴത്തുള്ള പെൺകുട്ടികളോട് എങ്ങനെയാണ് ഈ മരുമോൻ്റെ പെരുമാറ്റം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നീട് കുറച്ച് ലൂസാക്കി വിടാം. എന്നാലും ഒരു പരിധി വരെ ലൂസാക്കി വിടാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്ത് വിടാൻ പാടില്ല. ഇത് പറയാനുള്ള കാരണം എന്താ പറയുക? എനിക്കറിയുന്ന ഒരു കേസിൽ ഇതേപോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് പോയി. എന്നിട്ട് അവൻ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അനിയത്തി കുട്ടിയെ വീഴ്ത്താൻ നോക്കിയായി. ഇത് ഈ ഏട്ടത്തിക്ക് മനസ്സിലായിട്ട് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ വലിയ രീതിയിൽ വീണ്ടും ആ അനിയത്തിയോടുള്ള സ്നേഹത്തിനെ തന്നെ ഏട്ടത്തിയോട് പെരുമാറുന്നത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് കൈവിട്ട് പോകുന്ന കേസാണ്. അവനെ അടിച്ച് ഓട്ടി വിട്ട് ഡൈവേഴ്സാക്കി വിട്ടത്. ഇല്ലിങ്ങനെയുണ്ടല്ലോ, അത് അവളെ സഹിച്ചിട്ടിരിക്കുകയാണെങ്കിൽ 100% അനിയത്തി കൂടെ വീഴ്ത്തിയിട്ടുണ്ടാവും. കാരണം ഇവ അനിയത്തിക്ക് അവനോട് ഇഷ്ടം വരാവുന്ന രീതിയിലൊക്കെ പ്രകടിപ്പിച്ച് കളഞ്ഞ്. കാരണം ഇവൻ പറയുകയാണ്, ഞാൻ നിൻ്റെ ഏട്ടത്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഞാൻ നിന്നെ കൂടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ഏട്ടത്തിനേക്കാളും നിന്നെയാണ് ഇഷ്ടമായത്.
പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക, നിന്നെ കെട്ടാൻ പറ്റില്ലല്ലോ, നിനക്ക് അത്ര പ്രായമായിട്ടില്ലല്ലോ, അങ്ങനെ ഞാൻ നിൻ്റെ ഏട്ടത്തെ കെട്ടിയതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ വളരെയധികം സോപ്പ് ചെയ്യുന്നു. ഇവള് ഏട്ടത്തിയോട് പറഞ്ഞതുകൊണ്ട് ഏട്ടത്തിക്ക് മനസ്സിലായതുകൊണ്ട് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ഇത് 100% ഈ ഒരു കേസിലുണ്ടല്ലോ ഇവനാണ് ക്രിമിനൽ. അവള് യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടുപോയതാ. പിന്നീട് ഇവൻ്റെ ആ കാമത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ദാഹം, അത് ഇവൻ ശരിക്കും കൊടുത്ത കാരണം അതിലേക്ക് വീണുപോയതാണ്. ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ വീട്ടിലുള്ള മരുമക്കൾ കയറി വരുമ്പോൾ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. മരുമക്കൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയോടുള്ള പെരുമാറ്റം, ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് പിന്നീട് കുറച്ച് ലൂസാക്കി വിടുക, കുഴപ്പമൊന്നും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാടി കിട്ടും. സഹിച്ചൊരിക്കലിരിക്കരുത്. ഇപ്പോൾ ഈ കുട്ടീൻ്റെ ഏട്ടത്തി ഉണ്ടല്ലോ, അവരൊക്കെ കുറേ സഹിച്ചിട്ടുണ്ടാവും. തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ കുറേയൊക്കെ ചേട്ടാ നിങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ, അത് ഇത് ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ആദ്യം തന്നെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. ആ കുട്ടിക്ക് നേരെ ഒരുത്തനെ കെട്ടിച്ചും കൊടുത്തിട്ടുണ്ടാകുക. ഇവൾക്ക് ചിലപ്പോൾ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടാകും. ഈ കാമപ്രാന്തനെയും വെച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തായി, സമൂഹത്തിൽ വലിയ രീതിയിൽ നാണക്കേടിൽ കൊണ്ടുവിട്ട്. അപ്പോൾ ഓരോ കുടുംബവും ഇതുപോലെയുള്ള വീട്ടിൽ 3-4 പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ മരുമകൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള പെൺകുട്ടികളോട് എങ്ങനെയാണല്ലോ ഇയാളുടെ പെരുമാറ്റം എന്നുള്ളത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 8ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു.